പിണറായി വിജയന്റെ സ്വന്തം ADGP MR അജിത് കുമാറിന് മറ്റൊരടി കൂടി. കോഴിക്കോട്ടെ ട്രെയിനിന് തീയിട്ട കേസിലെ പ്രതിയുടെ യാത്രാ വിവരങ്ങൾ ചോർത്തി എന്ന MR അജിത് കുമാറിന്റെ കണ്ടെത്തലിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട ADGP P വിജയനെ സംസ്ഥാന ഇന്റലിജൻസ് വിഭാഗം മേധാവിയായി നിയമിച്ചിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച നിർണായകമായ ഉത്തരവ് പുറത്തിറങ്ങി. ക്രമസമാധാന ചുമതലയുണ്ടായിരുന്ന ADGP MR അജിത് കുമാറിന്റെ റിപ്പോർട്ടിനെ തുടർന്നായിരുന്നു P വിജയൻ സസ്പെൻഷനിലായത്. കോഴിക്കോട്ടെ ട്രെയിനിന് തീയിട്ട കേസിലെ പ്രതിയുടെ യാത്രാ വിവരങ്ങൾ ചോർത്തി എന്നതായിരുന്നു P വിജയനെതിരായ ആരോപണം. എന്നാൽ MR അജിത് കുമാറിന്റെ കണ്ടെത്തൽ അന്വേഷണത്തിൽ തള്ളിയിരുന്നു. തുടർന്ന് P വിജയനെ സർവീസിൽ തിരിച്ചെടുക്കുകയായിരുന്നു. സർവീസിൽ തിരിച്ചെടുത്ത ഉദ്യോഗസ്ഥനാണ് ഇപ്പോൾ ഈ നിർണായകമായ പദവിയിലെത്തിയിരിക്കുന്നത്. നിലവിൽ പോലീസ് അക്കാദമി ഡയറക്ടറാണ് P വിജയൻ. ഇന്റലിജൻസ് വിഭാഗം മേധാവി മനോജ് എബ്രഹാം ക്രമസമാധാന ചുമതലയിലേക്ക് മാറിയതോടെയാണ് പകരം P വിജയനെ നിയമിച്ചിരിക്കുന്നത്. പോലീസ് അക്കാദമി ഡയറക്ടറായി എറണാകുളം റേഞ്ച് IG A അക്ബറിനെയും നിയമിച്ചു. ആരോപണ വിധേയനായ ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിയതോടെയാണ് ഇന്റലിജൻസ് വിഭാഗം മേധാവിയായിരുന്ന മനോജ് എബ്രഹാമിന് പകരം ആ ചുമതല നൽകിയത്. മനോജ് എബ്രഹാമിനെ നിയമിച്ചുകൊണ്ട് ഉത്തരവിറക്കിയിരുന്നു എങ്കിലും പുതിയ ഇന്റലിജൻസ് വിഭാഗം മേധാവിയെ നിയമിച്ചുകൊണ്ട് ഇതുവരെ ഉത്തരവ് ഇറങ്ങിയിരുന്നില്ല. നിയമസഭ നടക്കുന്നതിനാൽ പകരം ഉദ്യോഗസ്ഥൻ വരാത്തതിനാൽ ക്രമസമാധാന ചുമതല മനോജ് എബ്രഹാം ഏറ്റെടുത്തിരുന്നതുമില്ല. ADGPമാരായ S ശ്രീജിത്ത്, P വിജയൻ, H വെങ്കടേഷ് എന്നിവരെയായിരുന്നു പുതിയ ഇന്റലിജൻസ് മേധാവിയായി സർക്കാർ പരിഗണിച്ചിരുന്നത്. തുടർന്നാണ് ഇപ്പോൾ P വിജയന് ആ നിയമനം നൽകിയിരിക്കുന്നത്.